കൈനീട്ടി എല്ലാവിധത്തിലുമുള്ള ലഹരി ഉപയോഗവും എൻ്റെ ആരോഗ്യത്തെയും ബുദ്ധിയെയും ജീവിതത്തെയും സമാധാനത്തെയും നശിപ്പിക്കുമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും മാത്രമല്ല, സമൂഹത്തിന് ആകമാനം ദോഷകരമെന്ന് ഞാൻ ബോധ്യപ്പെടുന്നു. തലമുറകളെയും നാടിൻ്റെ ഭാവിയെയും ഇല്ലാതാക്കുന്ന ലഹരി മാഫിയയുടെ വേരറക്കുമെന്ന് ഞാൻ തീരുമാനിക്കുന്നു. അതിനായി ലഹരി വിരുദ്ധ ദൗത്യമായ ഓപ്പറേഷൻ തുഫാൻ, ദി നർക്കോ ഹണ്ട് ആയി ഞാൻ ഇതിനാൽ കൈകോർക്കുന്നു. ലഹരിക്കെതിരെ പോരാടുന്ന തുഫാൻ വാരിയറായി ഞാൻ പ്രവർത്തിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്. ഈ മഹാസമ്മേളനത്തിന്റെ അധ്യക്ഷൻ പൂജനീയ സ്വാമി പൂർണ്ണ അമൃതാനന്ദപുരി, ജനറൽ സെക്രട്ടറി മാതാ അമൃതാനന്ദ മഠം, സ്വാഗതം ആശംസിച്ച ശ്രീ പ്രൊഫസർ ഡോക്ടർ ഗിരീഷ് കുമാർ KP, പ്രിൻസിപ്പൽ അമൃത സ്കൂൾ ഓഫ് മെഡിസിൻ കൊച്ചി, ആദരണീയനായ നമ്മളുടെ എല്ലാവരുടെയും ബഹുമാന്യനായ കേരള ഹൈക്കോടതി ജഡ്ജി ശ്രീ ദേവൻ രാമേന്ദ്രൻ അവർകൾ, ബഹുമാന്യനായ എറണാകുളത്തിൻ്റെ MLA ശ്രീ TJ വിനോദ്, കേരള പോലീസ് ചീഫ് SPC ആൻഡ് DGP ശ്രീ രവിഡ ആസാദ് ചന്ദ്രശേഖർ, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കൽരാജ് മഹേഷ് കുമാർ IPS, ഓപ്പറേഷൻ തുഫാന്റെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന നോഡൽ ഓഫീസറായി പ്രവർത്തിക്കുന്ന ശ്രീ പുട്ട വിമലാദിത്യ IPS, നമ്മുടെ 24 ന്യൂസ് ചാനലിൻ്റെ മാനേജിംഗ് ഡയറക്ടറും എൻ്റെ സുഹൃത്തുമായ ശ്രീ R ശ്രീകണ്ഠൻ നായർ, ആദരണീയനായ ജഗ്ഗുസ്വാമി, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ശ്രീ അഡ്വക്കേറ്റ് K ആനന്ദ്, ശ്രീ പ്രദീപ് ബിജു മേലത്തൂർ, ഡോക്ടർ രഹന C മുകുന്ദൻ, പ്രൊഫസർ ഡോക്ടർ ദിനേശ്, ശ്രീ സജികുമാർ, മറ്റ് ഡോക്ടർ രാമകൃഷ്ണൻ, ഈ വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, വിദ്യാർത്ഥികളെ, സഹപാഠികളെ, സുഹൃത്തുക്കളെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ മഹത്തായ സ്ഥാപനത്തിൽ നിങ്ങളോടൊപ്പം ഞാനും പങ്കെടുക്കുന്നത്. അഭിമന്യ അമ്മയുടെ അനുഗ്രഹത്തോടെ കേരളത്തിലൊട്ടാകെ മാത്രമല്ല ഇന്ത്യയിലൊട്ടാകെ ധാരാളം ആരോഗ്യ പരിപാലനത്തിനുള്ള കേന്ദ്രങ്ങളും വിദ്യാഭ്യാസത്തിനുള്ള വിദ്യാലയങ്ങളും മാതാ അമൃതാനന്ദമയുടെ നേതൃത്വത്തിൽ നമുക്ക് സമൂഹത്തിന് നൽകിയിട്ടുണ്ട്. അത് നമ്മുടെ നാടിന് വെളിച്ചമാണ്, ശക്തിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കേരളത്തിൽ ആദ്യമായി തുടങ്ങിയ ഏറ്റവും മഹത്തായ ഒരു സ്ഥാപനമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇത് കേരളത്തിൻ്റെ ആരോഗ്യ പരിപാലന രംഗത്ത് വിസ്മയകരമായ മാറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞ ഒരു പ്രസ്ഥാനമാണ്. അതേ തുടർന്നാണ് മറ്റ് ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങൾ കൊച്ചിയിലും കേരളത്തിലും സ്ഥാപിതമായത്. ആരോഗ്യരംഗത്ത് വൻപിച്ച മാറ്റം സ്വീകരിച്ച ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. അതുകൊണ്ടാണ് ആയുർദൈർഘ്യം കേരളത്തിൽ വളരെ കൂടുതലാണ്. നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആരോഗ്യരംഗത്തുള്ള കുതിച്ചുചാട്ടവും വിദ്യാഭ്യാസ രംഗത്ത് നാം കൈവരിച്ച പുരോഗതിയുമാണ്. അതിനെയാണ് ശ്രീ അമർത്യ സെൻ പറഞ്ഞത്,
കേരള മോഡൽ എന്ന്. പക്ഷെ ഇന്ന് കേരള മോഡലിന്റെ നിറം പല കാരണങ്ങൾ കൊണ്ട് മങ്ങിയിരിക്കുന്നു. ഇത് എങ്ങനെ തിരിച്ചു പിടിക്കാം? ഇത് തിരിച്ചു പിടിക്കണമെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികൾ, പുതിയ തലമുറ ശ്രദ്ധാപൂർവം പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ദൗർഭാഗ്യവശാൽ ഇന്ന് നമ്മുടെ യുവതലമുറയെ, അവരുടെ ഭാവിയെ തകർക്കുന്ന രാസലഹരി ഒരു വലിയ പ്രശ്നമായി നമ്മുടെ നാട്ടിൽ നിലനിൽക്കുകയാണ്. ഒരു കാലത്ത് പഞ്ചാബായിരുന്നു രാസലഹരിയുടെ കാര്യത്തിൽ ഒന്നാമതെങ്കിൽ ഇന്നത് കേരളമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാസമ്പന്നമായ ഒരു സമൂഹം, ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിക്കാൻ കഴിയുന്ന തലമുറകൾ, ഇതെല്ലാം ഉണ്ടായിട്ടും കേരളം ഈ രാസലഹരിക്ക് അടിമയായി മാറുന്ന ദുഃഖകരമായ അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുകയാണ്. അതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മൾ അതിനെതിരായി ഒരു പോരാട്ടം നടത്തുന്നില്ല എങ്കിൽ നമ്മുടെ ഭാവി എന്താകും? കേരളത്തിന്റെ ഭാവി എന്താകും എന്നുള്ളത് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ആഭ്യന്തരമന്ത്രിയാകുന്നത് 2ാമത്തെ തവണയാണ്. ഉമ്മൻചാണ്ടി ഗവൺമെന്റിൽ ഞാൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ ക്ലീൻ ക്യാമ്പസ്, സേഫ് ക്യാമ്പസ് എന്നൊരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ക്യാമ്പസുകളെ ശുദ്ധീകരിക്കുക, പുകയില ഉൽപ്പന്നങ്ങൾ, നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും രാസലഹരിയും നമ്മുടെ ക്യാമ്പസുകളിൽ ധാരാളമായി ലഭിക്കുന്നത് കണ്ടുകൊണ്ടാണ് അങ്ങനെ ഒരു പദ്ധതി ആരംഭിച്ചത്. പക്ഷേ അത് ഗവൺമെന്റ് മാറിയത് കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അതിനുശേഷം നമ്മുടെ എല്ലാ കലാലയങ്ങളിലും, സ്കൂളുകളിലും, ഹോസ്റ്റലുകളിലും മറ്റ് പൊതു ഇടങ്ങളിലും വ്യാപകമായ രാസലഹരിയുടെ സാന്നിധ്യം നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. നമ്മളെല്ലാവർക്കും അത് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മുടെ പുതിയ തലമുറയെ ലാക്കാക്കിക്കൊണ്ടാണ് ഈ മയക്കുമരുന്ന് ലോബി പ്രവർത്തിക്കുന്നത്. ഇത് കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമുള്ളൊരു പ്രതിഭാസമല്ല. ലോകമെമ്പാടും ഈ രാസലഹരി ഉപയോഗിക്കുന്ന ആളുകൾ, അത് മറ്റുള്ളവർക്ക് വിൽക്കുന്ന ആളുകൾ വൻ ശക്തികളാണ്. അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലോബി ഇന്ന് ഇന്ത്യയിൽ സജീവമാണ്, കേരളത്തിൽ സജീവമാണ്. ഇത് ആകാശത്തൂടെ വരുന്നു, കടലിലൂടെ വരുന്നു, കരയിലൂടെ വരുന്നു, ട്രെയിനിലൂടെ വരുന്നു. നമ്മുടെ തലമുറയ്ക്ക് വലിയ മാരകമായ പരുക്കുകൾ ഏൽപ്പിക്കാൻ സഹായകമായ നിലയിൽ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങൾ പത്രത്തിൽ വായിച്ചല്ലേ, 1000 കോടി രൂപയുടെ ഏറ്റവും ആധുനികമായ ശാസ്ത്രീയമായ രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള മയക്കുമരുന്നുകൾ പിടിച്ചതിൽ 4 പേര് മലയാളിയായിരുന്നു. ഡൽഹിയിലാണ് പിടിച്ചത്. 4 പേര് മലയാളിയായിരുന്നു. അവരുടെ സാന്നിധ്യവും അവർ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളും കോഴിക്കോടും കൊച്ചിയിലും കേരളത്തിന്റെ പല ഭാഗത്തും ഉണ്ട് എന്നുള്ളതാണ് കണ്ടെത്തൽ. മാരകമായ രോഗങ്ങൾക്ക് നൽകുന്ന വേദന സംഹാരികൾ ലഹരിയായി ഉപയോഗിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കഴിഞ്ഞ 54 ദിവസമായി കേരളത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ഓപ്പറേഷൻ തുഫാൻ, ഒരു കൊടുങ്കാറ്റ് തന്നെ അഴിച്ചുവിട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഞാൻ കേരളത്തിലെ പോലീസ് സേനയെ അഭിനന്ദിക്കുന്നു. കോൺസ്റ്റബിൾ മുതൽ DGP വരെ വളരെ അന്തസ്സോടെ, ആത്മാഭിമാനത്തോടെ, പൂർണ്ണ മനസ്സോടെ അവരുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുക. ഒരു പരാതിക്കും ഇട കൊടുക്കാതെ കേരള പോലീസ് സത്യസന്ധമായ നിലയിൽ ഈ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചത് കൊണ്ടാണ് ഇന്ന് കേരളത്തിൽ ഏതാണ്ട് 7500-ലധികം ആളുകളെ അറസ്റ്റ് ചെയ്തു, 6500-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്തു, ഏതാണ്ട് 70 കോടി രൂപയുടെ വിലപിടിപ്പുള്ള ഈ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു. പലരുടെയും പേരിൽ ഞങ്ങൾ കാപ്പ ചുമത്താനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. പലരുടെയും സ്വത്തുക്കൾ കണ്ടെത്താൻ പോലീസ് ശ്രമിക്കുന്നു. പക്ഷെ ഇതുകൊണ്ടൊന്നും ഇത് നമ്മൾ ആരംഭിച്ചപ്പോൾ വളരെ ആവേശകരമായി ജനങ്ങൾ പിന്തുണ നൽകുകയാണ്. ജനങ്ങളുടെ പരിപൂർണമായ പിന്തുണയുണ്ട് ഇതിന്. പണ്ടൊക്കെ ലഹരി മാഫിയെ കാണുമ്പോൾ ആളുകൾക്ക് പേടിയാണെങ്കിൽ ഇന്ന് ജനങ്ങളെ കാണുമ്പോഴാണ് ലഹരി മാഫിയയ്ക്ക് പേടിയായി മാറിക്കൊണ്ടിരിക്കുന്നത്.
പക്ഷെ ഇതുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കരുത്. ഇപ്പൊ ലഹരി പദാർത്ഥങ്ങൾ കിട്ടുന്നില്ല. ഇന്നലെ എറണാകുളം റൂറൽ SP എന്നോട് സംസാരിക്കുകയായിരുന്നു. അത് എന്നോട് സാർ ഇപ്പം ലഹരി ഉൽപ്പന്നങ്ങൾ കിട്ടുന്നില്ല. അവരുടെ ഫോൺ ഇന്റർസെപ്റ്റ് ചെയ്യുമ്പോൾ അവർ പറയുന്ന കാര്യം, ഗവൺമെന്റ് വളരെ ഊർജിതമായി ഓപ്പറേഷൻ തുഫാൻ കൊണ്ട് ആരംഭിച്ചിരിക്കുക. അതുകൊണ്ട് തൽക്കാലം നമ്മൾ സൈലന്റ് ആകണം. ഇത് വിതരണം നടത്തുന്നത് നിർത്തണം. അല്പം കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ആരംഭിക്കാം. ഇപ്പം നമ്മൾ സ്വസ്ഥമായിരിക്കുക. ഇപ്പോഴും ഈ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുക. ഞാൻ അവരെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, ലഹരി മാഫിയയുടെ വേരറക്കുന്നത് വരെ കേരള പോലീസ് അതിശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കേരള പോലീസിൽ ഞങ്ങൾ ഒരു പ്രത്യേക വിങ് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അതിനാവശ്യമായ എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും കൊടുത്തുകൊണ്ട് കേരള പോലീസ് ഒരു നർക്കോട്ടിക് ഇതിനെ തടയാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക ഒരു വിങ് തയ്യാറാക്കി അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നർക്കോട്ടിക് ഈസ് എ പറയൂ, ഉറക്കെ പറയൂ. ആ പറഞ്ഞ വ്യക്തിയാണ് ഇതിൻ്റെ ആദ്യത്തെ തുഫാൻ വാരിയറായി പ്രവർത്തിക്കാൻ നമ്മളോട് സമ്മതിച്ചിട്ടുള്ളത് ശ്രീ മോഹൻലാൽ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഈ പ്രവർത്തനങ്ങൾ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരെയും ഈ യോഗത്തിൽ വെച്ച് ഞാൻ തുഫാൻ വാരിയറായി പ്രഖ്യാപിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നമ്മുടെ ലക്ഷ്യം ഡ്രഗ് ഫ്രീ സ്റ്റേറ്റായി കേരളത്തെ മാറ്റുക. നമ്മുടെ ലക്ഷ്യം ഈ മയക്കുമരുന്നിന്റെ അടിമകളായി മാറുന്ന ചെറുപ്പക്കാരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓപ്പറേഷൻ തുഫാൻ 3 ഘടകങ്ങളാണുള്ളത്. ഒന്ന്, ഓപ്പറേഷൻ തുഫാൻ സ്ട്രൈക്ക്, അത് പോലീസ് ചെയ്യുന്നതാണ്. രണ്ടാമത്തേതാണ് തുഫാൻ വാരിയേഴ്സ്. നമ്മളൊക്കെ തുഫാൻ വാരിയേഴ്സാണ്. നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? നമ്മൾ മറ്റുള്ളവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ ബോധവൽക്കരിച്ച് ഈ വിപത്തിൽ നിന്ന് അവരെ രക്ഷിക്കുക. എവിടെങ്കിലും ഈ രാസലഹരിയുടെ ഉപയോഗമുണ്ട് എന്ന് കണ്ടാൽ അത് നിശ്ചയമായും നിങ്ങൾ പോലീസിനെ അറിയിക്കണം. പോലീസ് നിങ്ങളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തില്ല, പക്ഷേ ആ നീക്കങ്ങളെ ശക്തമായി തടയും. മൂന്നാമത്തേത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, തുഫാൻ കെയർ. ഇപ്പൊ നമ്മൾ തുഫാൻ കെയറിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. കേരളത്തിലെ 35ഓളം ആശുപത്രികൾ തുഫാൻ കെയറുമായി ഇന്ന് സഹകരിക്കുന്നുണ്ട്. ഇതൊരു രോഗം കൂടിയാണ്. ആളുകൾ ഈ തരത്തിൽ രാസലഹരിക്ക് അടിമകളായി മാറുന്നത് ഒരു രോഗം കൂടിയാണ്. ഇറ്റ്സ് എ ഡിസീസ്. അപ്പൊ അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഒരിക്കലും ഇതിന് അടിമകളായി പോയവരെ നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല. അവരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിന് ചികിത്സ ആവശ്യമാണ്. ഇന്ന് ഇതിന്റെ ചികിത്സ വലിയ പണം കൊടുത്താൽ മാത്രമേ ചികിത്സ നടത്താൻ കഴിയുള്ളൂ. കേരളത്തിലെ 35ഓളം ആശുപത്രികൾ ചികിത്സ നടത്താൻ തയ്യാറാണെന്ന് ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ട്. IMA, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, അവരുടെ സൈക്യാട്രി വിങ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് നമ്മളെ സഹായിക്കാമെന്ന് പ്രത്യേകം സമ്മതിച്ചിട്ടുണ്ട്. അവരുമായി ചേർന്ന് ഒരു പുതിയ ഒരു പ്രോട്ടോകോൾ തയ്യാറാക്കാനും അവരുമായി ചേർന്ന് പ്രവർത്തിക്കാനും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ സ്കൂളുകളിലും സൈക്യാട്രിസ്റ്റ് ഡോക്ടർമാരെ ക്ലാസ് എടുക്കുക. എല്ലായിടത്തും ഈ തുഫാൻ കെയറുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പ്രത്യേകമായി ഉണ്ടാക്കുക. അതിന് വിപുലമായൊരു പരിപാടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് മൂന്നാമത്തേത്. അമൃത ആശുപത്രിയും ഈ തുഫാൻ കെയറിനോടൊപ്പം സഹകരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. അതിന് വേണ്ടി ഗവൺമെന്റ് എന്ന നിലയിൽ ഞാൻ പ്രിൻസിപ്പലിനോടും ബന്ധപ്പെട്ട അധികാരികളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ കൂടി തുഫാൻ കെയറിലേക്ക് പങ്കാളികളാകണം എന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ എൻ്റെ വാക്ക് നിർത്തുകയാണ്. ഒത്തിരി പ്രധാനപ്പെട്ട വ്യക്തികളോട് സംസാരിക്കാറുണ്ട്. നമ്മളെല്ലാവരും കൂടി ചേർന്ന് പിടിച്ചാൽ മാത്രമേ ഇതിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ. നമ്മുടെ ശ്രീകണ്ഠൻ നായർ ഇവിടെയുണ്ട്. അദ്ദേഹം കേരളം മുഴുവൻ ഒരു യാത്ര നടത്തി 24 നേതൃത്വത്തിൽ. അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ ഒരു ചാനലിന്റെ MD യാത്ര നടത്തിയാൽ എങ്ങനെയാകും എന്ന ആശങ്ക എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ
ജനങ്ങൾ എല്ലായിടത്തും തടിച്ചുകൂടി, ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടി. ഞാൻ മന്ത്രിയാകുന്നതിന് മുമ്പ് ഈ രാസലഹരിക്കെതിരായി ഒരു വാക്കത്തോൺ സംഘടി 14 ജില്ലയിലും ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടി. എന്താണ് ഇതിന് കാരണം? ജനങ്ങൾ ഇതിനെതിരായ ഒരു മുന്നേറ്റം ആഗ്രഹിക്കുന്നു. കേരള ഗവൺമെന്റ് ഈ പദ്ധതി ആരംഭിച്ചപ്പോൾ ഇതിന് ഏറ്റവും കൂടുതൽ പിന്തുണ കിട്ടുന്നത് നമ്മുടെ അമ്മമാരുടെ സഹോദരിമാരുടെ ഭാഗത്തു നിന്നാണ്. അവരയക്കുന്ന കത്തുകൾ, അവരയക്കുന്ന മെയിലുകൾ, വാട്സാപ്പ് സന്ദേശങ്ങൾ നമുക്ക് കരുത്ത് പകരുകയാണ്. അമ്മമാർക്കാണല്ലോ മക്കളെ ശരിക്കും അറിയാൻ കഴിയുന്നത്. അവരുടെ വേദനകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഗവൺമെന്റിനെ അവർ അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നിർത്തണം, അതിനുവേണ്ടി എന്തും ചെയ്യണം എന്നുള്ള അവരുടെ ആവശ്യമാണ് ഓപ്പറേഷൻ തുഫാൻ ഞങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ചത്. കേരളത്തിലെ പോലീസ് ചീഫ് ഇവിടെയുണ്ട്, ശ്രീ റിവേഡ ചന്ദ്രശേഖർ. ഇന്ന് ഞങ്ങൾ എല്ലാം മറ്റു കാര്യങ്ങൾ നടക്കുന്നതോടൊപ്പം തന്നെ ഏറ്റവും വലിയ പരിഗണന കൊടുത്തുകൊണ്ട് കേരള പോലീസ് സേന ഓപ്പറേഷൻ തുഫാന്റെ മുന്നണിയിൽ നിന്നുകൊണ്ട് ആത്മാർത്ഥമായ പ്രവർത്തനം നടത്തി വരികയാണ്. നമുക്കൊരു ടൈം ടേബിൾ ഉണ്ടാകും. ആ ടൈം ടേബിളിനുള്ളിൽ കേരളത്തിൽ ഈ മയക്കുമരുന്നിനെ പരിപൂർണമായി തുടച്ചു കളയാനുള്ള നീക്കമാണ് നടത്തുന്നത്. ഇപ്പോൾ ഒരു അപകടം കൂടി നടക്കുന്നുണ്ട്. ഡ്രഗ് കിട്ടാത്തത് കൊണ്ട് നമ്മളുടെ മെഡിക്കൽ ഷോപ്പുകളിൽ അഭയം തേടുകയാണ് പലരും. ഞാൻ ആരോഗ്യമന്ത്രിയുമായി സംസാരിച്ചു. കേരളത്തിലെ ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പുകളിൽ ഫാർമസിസ്റ്റ് ഇല്ലാതെ മരുന്ന് കൊടുക്കാൻ പാടില്ല, ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മരുന്ന് കൊടുക്കാൻ പാടില്ല, സിറിഞ്ചും മറ്റു ഉപകരണങ്ങളും കൊടുക്കുന്നത് വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ ആയിരിക്കണം. അല്ലാതെ ആളുകൾക്ക് വേദന സംഹാരികൾ പോലെയുള്ള മരുന്നുകൾ കൊടുക്കുന്ന നടപടി അവസാനിപ്പിക്കണം. അത് അവസാനിപ്പിക്കുന്നില്ല എങ്കിൽ ശക്തമായ നടപടി മെഡിക്കൽ ഷോപ്പുകളുടെ മേലുണ്ടാകും എന്ന് മുന്നറിയിപ്പ് നൽകാൻ കൂടി അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ഒരിടത്തല്ല പല സ്ഥലങ്ങളിൽ ഞങ്ങൾ ഇത് കണ്ടെത്തുകയാണ്. ആളുകൾ പറയുന്നുണ്ട്, സാർ ഇന്ന മെഡിക്കൽ ഷോപ്പിൽ ചെന്നാൽ കിട്ടും വേദന സംഹാരിക്ക് ഗുളികകൾ, സിറിഞ്ചിൽ വേദന സംഹാരിക്കുള്ള മരുന്ന് കിട്ടും അവിടെ ചെന്നാൽ. അപ്പൊ ഡ്രഗ് മാഫിയേക്കാൾ കൂടുതൽ അപകടകരമായി എല്ലാവരും അല്ല, ചില മെഡിക്കൽ ഷോപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവർ കരുതിയിരിക്കുക. പോലീസിന്റെ കണ്ണ് അവരുടെ മേലുണ്ട്. പോലീസിനെ കൊണ്ട് വെറുതെ ജോലി ചെയ്യിക്കരുത് എന്ന് ഞാൻ അവരോട് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ശക്തമായ നടപടി ഈ കാര്യത്തിൽ ഉണ്ടാകും. ആംബുലൻസുകൾ ഇത് കൊണ്ടുപോയപ്പോൾ പോലീസ് നടപടിയെടുത്തു, നിന്നു. നമ്മളുടെ ഫുഡ് ആർട്ടിക്കിൾസ് നമ്മൾ ഫോണിലൂടെ ആവശ്യപ്പെടുമ്പോൾ കൊണ്ടുവരുന്ന ആളുകളുടെ ആ പ്രവർത്തനം നിർത്തി. ഇന്നിപ്പോ എല്ലാ ജില്ലകളിലും ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഒരുമിച്ച് ചേർന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. അവരിതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ എല്ലാ തലങ്ങളിലുള്ള ആളുകളും ഇതിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ട ഒന്നാണ്. ഈ മരണത്തിന്റെ വ്യാപാരികളെ നമുക്ക് ഒറ്റപ്പെടുത്തണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. ഈ അമൃത വിദ്യാലയത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളോടും എൻ്റെ അഭ്യർത്ഥന, പുതിയൊരു ജീവിതം കണ്ടെത്താൻ ശ്രമിക്കുന്നവരാണ് നിങ്ങളെല്ലാവരും. ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് നിങ്ങൾ. ഈ മയക്കുമരുന്നിന്റെ അടിമകളായി പോകുന്നവരെ തിരികെ കൊണ്ടുവരാനും അവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനും ഇതിനെതിരായ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാൻ നിങ്ങൾ മുന്നോട്ട് വരണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഓപ്പറേഷൻ തുഫാൻ വിജയിപ്പിക്കാൻ വേണ്ടി ഇതിനെ സഹകരിക്കാൻ മുന്നോട്ട് വന്ന അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ മുഴുവൻ പേരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അമൃതാനന്ദമയി ദേവിയുടെ അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് ഈ പദ്ധതിയിലുണ്ട്, ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഈ പദ്ധതി ഇവിടെ നിന്ന് ആരംഭിക്കാൻ തീരുമാനിച്ചത്. എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ബഹുമാനപ്പെട്ട ആഭ്യന്തര